എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എനിക്കൊരു സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഈ കാണുന്നതൊക്കെ എനിക്കും ചേട്ടായിക്കുമായിട്ട് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങളാണ്. പുരസ്കാരങ്ങൾ ചെറുതോ വലുതോ ആയിക്കോട്ടെ, കലാകാരന്മാരെ സംബന്ധിച്ച് ഈ കിട്ടുന്ന ആദരവ് വളരെ സന്തോഷവും അതുപോലെ തന്നെ വളരെ പ്രചോദനം നൽകുന്ന ഒന്നുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, ഇത് വെക്കാനായിട്ട് നിലവിൽ ഇവിടെ ഒരു സ്റ്റാൻഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വർക്ക്ഷോപ്പിൽ പോയിട്ട് ചേട്ടായിയുടെ വർക്ക്ഷോപ്പിൽ നിന്ന് തടിക്കഷ്ണമൊക്കെ എടുത്തിട്ട് വന്നിട്ട് എൻ്റെ ഇഷ്ടത്തിനൊക്കെ അങ്ങ് സെറ്റ് ചെയ്യും. അങ്ങനെ അവസാനം ചേട്ടായി ഇരുമ്പ് പൈപ്പ് മേടിച്ചുകൊണ്ട് വന്ന് വെൽഡ് ചെയ്തതാണ് ഈ കാണുന്നത്. ഇത് സിമൻ്റാണ് കേട്ടോ. ശില്പിക്ക് സിമൻറ്റ് വിട്ടിട്ട് ഒരു പരിപാടിയില്ല. അപ്പോൾ അങ്ങനെ 2 സ്റ്റാൻഡ് ചേട്ടായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പുറകിൽ കാണുന്ന ചിത്രം ചേട്ടായി വരച്ചതാണ് കേട്ടോ. ഇത് നമ്മുടെ കേരള പഴനിയിൽ 2ാം ഘട്ടം പണി നടന്നപ്പോൾ കിട്ടിയ ഒരു ഉപഹാരമാണ്. അതായത് ഗണപതി കോവിലും അതുപോലെ തന്നെ ഒരു ആർച്ചില്ലേ, നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്യാറുള്ള ആ ആർച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ മൊമൻറ്റോയാണിത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ആ അമ്പലത്തിൻ്റെ ശ്രീകോവിൽ പണിത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഉപഹാരമാണ് കേട്ടോ. ഇത് മാത്രമല്ല, സ്വർണത്തിൻ്റെ മാലയും അതുപോലെ തന്നെ ക്യാഷ് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പണിത ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ളത് കേരള പഴനിയാണ്. അതുപോലെ തന്നെ ആലുവ ചൊവ്വരയിലുള്ള ആദിപരാശക്തിയുടെ ക്ഷേത്രവുമാണ്. അപ്പോൾ ഇനിയും നമുക്ക് ശില്പിയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം.